ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗപിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിൻ്റെ പാദപിടെ കടന്നു വരുവാനും സഹായിച്ച ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രികാലം ഹല്ലേലൂയ കർത്താവേ, അല്പസമയം സുഖകരമായി ഉറങ്ങി ഉണർന്നു കർത്താവിൻ്റെ പാദപിടം ചാർത്തിരുത്തിയല്ലോ. ആരോഗ്യത്തിലും സമാധാനത്തിലും സുബോധത്തിലും ഇരുത്തിയ എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ട് കർത്താവ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. എല്ലാം ഉള്ളതുപോലെ അറിയുകയും കാണുകയും ചെയ്യുന്ന തമ്പുരാൻ്റെ കരങ്ങളോട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് മറുപടിയുമായി കടന്നു വരണമേ, അടിയങ്ങളെ സഹായിക്കണമേ കർത്താവ്. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഇടം, ഞങ്ങളായിരിക്കുന്ന കുടുംബം കർത്താവെ എല്ലാം തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ച, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തന്ന് ഇന്ന് വരെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. വീണ്ടും കരുതുവാൻ സർവ്വസമ്പന്നൻ അവിടുന്നാകിയാൽ ആ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ്, ഇത് പരീക്ഷാ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായി പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും സ്വർഗത്തിലെ അപ്പച്ച സഹായിക്കണമേ. ഓർമ്മശക്തിയും ബുദ്ധിയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. അവർക്ക് പഠിക്കുന്നവരുടെ ഹൃദയത്തിൽ പതിയാൻ സഹായിക്കണമേ. നന്നായി കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പാൻ സ്വർഗം സഹായിച്ചാട്ട്. അവരുടെ ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, അസ്വസ്ഥതകളെയൊക്കെ മാറ്റി സൗഖ്യത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10ലും 11ലും 12ലും ഒക്കെ പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലെ ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ എല്ലാ പ്രിയ മക്കളെയും അടിയനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ അവരെ അനുഗ്രഹിക്കണേ, സഹായിക്കണമേ, സൂക്ഷിക്കണമേ, എല്ലാ ജയത്തോടും വരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. സകല വഴികളെയും നേരെയാക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗം കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗം വഴിവാതിൽ തുറക്കുമാറാകണമേ കർത്താവ്. അത്ഭുതങ്ങളെ ചെയ്യണമേ, മാനിക്കണമേ കർത്താവ്. ആരും ലജ്ജിച്ചു പോകാൻ നീ ഒരു നാൾ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നവർക്ക് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് മറുപടി തരുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ രോഗികളെയും തിരുമുൻപാകം സമർപ്പിക്കുന്നു. എല്ലാ രോഗികൾക്കും നല്ലവചനായ കർത്താവെ ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ. സൗഖ്യം കാത്തങ്ങടെ പാതപിടം ചാർന്ന് കടന്നു വരുന്ന എല്ലാ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണം. ആരും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ലല്ലോ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഓരോ മക്കളെയും എൻ്റെ അപ്പച്ചൻ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശ്വാസം കൊടുക്കണേ. സമാധാനത്തോടും പ്രത്യാശയോടും ജീവിപ്പാൻ കൃപ നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരവർഗ്ഗങ്ങളെ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാവരെയും ഒരുപോലെ കാത്തുകൊള്ളുമാറാകണം. ഞങ്ങളുടെ യുവതീവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ വളർത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ കർത്താവ്. കൃപയോടെ കരുണയോടെ ഓരോ മക്കളെയും കാത്തുകൊള്ളണം. ഓരോരുത്തരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് കർത്താവ് സഹായിക്കണം. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണേ. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണം. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി അയക്കണമേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.